ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റിരിക്കുന്നത്. തൊണ്ടയ്ക്ക് നല്ല അസ്വസ്ഥതയുള്ളതുകൊണ്ട് തന്നെ തേയിലവെള്ളമൊക്കെ ഒന്ന് ചൂടാക്കി കുടിച്ചിട്ട് നമ്മൾ തലേ ദിവസം അമ്മ ബ്രേക്ക്ഫാസ്റ്റിനുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇഡലി തട്ടിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇഡലിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. ആ സമയത്ത് നമ്മൾ കുറച്ച് തക്കാളി ചമ്മന്തികളുള്ളത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ തക്കാളി ചമ്മന്തി തേങ്ങാ ചമ്മന്തി നമ്മളൊന്ന് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ചമ്മന്തിക്കുള്ളതൊക്കെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ തക്കാളി ചമ്മന്തി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് പുട്ടുകടലയും ഇട്ട് കൊടുക്കണം, നല്ല ടേസ്റ്റ് ആയിരിക്കും. പുട്ടുകടല ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കത് സ്കിപ്പ് ചെയ്തിട്ടാണ് ഇപ്പം നമ്മൾ തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുള്ളത്. ആ സമയത്ത് ഞാൻ കുറച്ച് തേങ്ങയും കൂടെ പൊതിച്ചെടുത്തിട്ട് തേങ്ങയൊക്കെ ഒന്ന് തിരുമ്മി നമ്മൾ തേങ്ങാ ചമ്മന്തിക്കുള്ളത് കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ തക്കാളി ചമ്മന്തി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഫുൾ എടുക്കാൻ പറ്റിയില്ല, ബാക്കി വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തേങ്ങാ ചമ്മന്തി ഒക്കെ ഉള്ളത് അരപ്പൊക്കെ ചേർത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും കുഞ്ഞും കൂടെ മീൻ മേടിക്കാൻ പോകുന്ന പോക്കാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കും നമ്മളെന്നാൽ മീൻ കറി ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് കപ്പ എടുക്കാമെന്ന് പറഞ്ഞിട്ട് കപ്പയ്ക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അമ്മ 2 കപ്പ കിഴങ്ങ് എടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി മണ്ണിട്ട് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് അമ്മ വെളിയിൽ മീൻ കറി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് കപ്പയൊക്കെ നരിഞ്ഞെടുത്ത് വൃത്തിയാക്കി അപ്പോൾ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ അതിനുള്ള അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമ്മളൊന്ന് തപ്പിപ്പരത്തി വെക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ പോവാണ്. കപ്പയുടെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് അതൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ മീൻ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മോര് കറിയും കൂടെ വെച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇത്രയൊക്കെയാണ്. അതൊക്കെ കൂടി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ടാറ്റാ.